എല്ലാവർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് പഠിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു ടോപ്പിക് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ചാണ്. മേക്കിംഗ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്, എങ്ങനെയാണ് നമ്മൾ വൈദ്യുതകാന്തം, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുതകാന്തമാണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരമൊക്കെ എന്താണ് സാധാരണ ബാർ മാഗ്നറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ മാഗ്നറ്റിസം എന്നിങ്ങനെയാണ്, അതിനൊരു സ്ഥിരമായിട്ടുള്ള മാഗ്നറ്റിസം ഉണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ബാർ മാഗ്നറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എങ്ങനെയാണ് കാന്തികത അല്ലെങ്കിൽ മാഗ്നറ്റിസം എങ്ങനെയാണ്? സ്ഥിരമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ രീതിയിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നറ്റിസം ഒക്കെ വേരി ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. കണ്ടല്ലോ, ഈ ചിത്രം കണ്ടല്ലോ, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു അയൺ നെയിലാണ് അല്ലേ? ഒരു അയൺ നെയിലേക്ക് ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു കോപ്പർ വയർ ആണ് ഇവിടെ ചുറ്റിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താണ് ഈ കോപ്പർ വയറിൻ്റെ എൻഡ്സ് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ബാറ്ററി അല്ലേ? ബാറ്ററിയുടെ പോസിറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നല്ലോ? അപ്പം എന്താണ്? ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറി, വൈദ്യുതകാന്തമായിട്ട് മാറി. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ്? നമ്മളൊരു മാഗ്നറ്റ്, ഇത് വൈദ്യുതകാന്തമായിട്ട് മാറി ഒരു നീഡിൽ കൊണ്ടുവന്ന് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഈ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടുന്ന് ലോസ്റ്റ് ആയി പോകും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പം ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥിരമല്ല ഇതിൻ്റെ മാഗ്നറ്റിസം. നമ്മൾ ആ ബാറ്ററി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നഷ്ടമാവും. അത് ഓർത്തോളൂ, ദാറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് വെദർ ദ ഇലക്ട്രോ മാഗ്നറ്റ് ദസ് മെയ്ഡ് അട്രാക്ട്സ് പേപ്പർ ക്ലിപ്സ്. പേപ്പർ ക്ലിപ്സിനെ അട്രാക്റ്റ് ചെയ്യുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ടേബിളും ഉണ്ട്, ആ ടേബിളും അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനെന്താണ് മാഗ്നറ്റിസം വന്നു, അതായത് മാഗ്നറ്റിക് നീഡിൽ ഇവിടെ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഫ്ലക്ഷൻ കാണും ഇല്ല? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വന്നു എന്ന് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേപ്പർ ക്ലിപ്പ് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. When electricity flows, the soft end piece and the paper clips. എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് എയറും അതുപോലെ തന്നെ പേപ്പർ ക്ലിപ്പ് ഇല്ലേ? വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കഷ്ണം പേപ്പർ ക്ലിപ്പുകളെ എങ്ങനെയാണ് ഒബ്സർവേഷൻ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് പൾഷനാണോ നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ സമയത്താണ് കേട്ടോ. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പേപ്പർ ക്ലിപ്പ് എങ്ങനെയാണ് അവിടെ അട്രാക്റ്റ് ചെയ്യും കേട്ടോ. അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. ആഫ്റ്റർ റിമൂവിങ് ദ സെൽ, ദ സോഫ്റ്റ് ആൻഡ് പീസ് ആൻഡ് ദ പേപ്പർ ക്ലിപ്സ്. ഈ നമ്മളിത് മാറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ സെല്ലങ്ങ് മാറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പേപ്പർ ക്ലിപ്പിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡസ് നോട്ട് അട്രാക്റ്റ് കേട്ടോ. അതായത് ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ മാഗ്നറ്റിസം അവിടെ നഷ്ടമാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താണ് ഈ സോഫ്റ്റ് ആൻഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ദ സോഫ്റ്റ് ആൻഡ് ബിക്കംസ് എ മാഗ്നറ്റ്, സച്ച് മാഗ്നറ്റ്സ് ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു കാന്തമായിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ വരുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാലും ബാർ മാഗ്നറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും, ഇവിടെ നോർത്താണ് ഇവിടെ സൗത്താണ് അല്ലേ? സപ്പോസ് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് അല്ലെങ്കിൽ പോൾസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ വല്ലതും പറ്റുമോ? ഇല്ല. ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ നോർത്ത് ആയിരിക്കും, ഇവിടെ സൗത്ത് ആണെങ്കിൽ സൗത്ത് ആയിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കേസ് നമുക്ക് ആ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ് കേട്ടോ പൊളാരിറ്റി. അതായത് ബാറ്ററിയുടെ നമ്മൾ എന്താണ് പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊളാരിറ്റി മാറും കേട്ടോ. ആ പൊളാരിറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഹൈ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 10th ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പോസിറ്റീവ് വരുമ്പോൾ ഏത് പൊളാരിറ്റിയാണ് ഇവിടെ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ?
ഇനി ഇതിനൊരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ട്. ഇനി നമുക്ക് സ്ട്രെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചുറ്റുകളുണ്ടല്ലോ, ഈ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും അവിടെ സ്ട്രെങ്ത് കൂടും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ കേട്ടോ, നമ്പർ ഓഫ് ടേൺസ് അവിടുത്തെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിലൂടെ പോകുന്ന കറണ്ട് ഉണ്ടല്ലോ, സെല്ലല്ല കൊടുത്തിരിക്കുന്നത്, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ, ആ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും നമുക്ക് എന്താണ് ഈ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കറണ്ടിൻ്റെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ ബാറ്ററി ഉപയോഗിച്ചാൽ മതിയല്ലോ, ഇല്ല, കൂടുതൽ ബാറ്ററി ഉപയോഗിച്ച് കറണ്ടിൻ്റെ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, കറണ്ടിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണ് ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. മനസ്സിലായല്ലോ? ബാർ മാഗ്നറ്റ് അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഇല്ല, ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതൊക്കെ പ്രത്യേകതകളാണ് കേട്ടോ. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂട്ടാം. എങ്ങനെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാം? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ കറണ്ട് എല്ലുമ്പോൾ പോകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും നമുക്ക് ഇതിൻ്റെ ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. മനസ്സിലാവുന്നല്ലോ? പിന്നെ വേറൊരു രീതി നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സോഫ്റ്റ് അയൺ കോറായിട്ട് ഈ അയണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അയണിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഏതാണോ ഉപയോഗിക്കുന്നത് ആ സോഫ്റ്റ് അയണിൻ്റെ ഛേദതല പരപ്പളവ് കേട്ടോ, ഛേദതല പരപ്പളവ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അവിടുത്തെ സ്ട്രെങ്ത് അവിടെ കൂട്ടാൻ സാധിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ ഉപയോഗിക്കുന്ന കോർ ഉണ്ടല്ലോ, ഈ കോറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെ രീതിയിൽ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും? നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം ഇല്ലേ, അതുപോലെ തന്നെ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടാം. അതുപോലെ എന്താണ് കറണ്ട്, അതിൽ മുഴുവൻ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും നമുക്കവിടെ ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്കവിടെ കൂട്ടാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനൊക്കെ കണ്ടല്ലോ. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഓൺ ദ നെയിൽ, ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സെൽസ് ആൻഡ് യൂസിങ് മോർ ദാൻ വൺ നെയിൽ ടുഗദർ. അതായത് ഇവിടെ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആണിയിലെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അല്ല, അതുപോലെ ഒന്നിലധികം ആണികൾ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുക. ഒന്നിലധികം ആണികൾ ഒരുമിച്ച് ഉപയോഗിക്കുമെന്നാണ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. ഇതിപ്പോൾ ഒരു ആണിയാണ്, ഒന്നിലധികം ആണികൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും. പിന്നെ എന്താണ് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. പിന്നെ കൂടുതൽ സെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് കറന്റും കൂടും. മനസ്സിലാവില്ലേ? അപ്പം ഈ വിധത്തിലൊക്കെ നമുക്ക് ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വിച്ച് ആർ ദ വേസ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാം? എങ്ങനെയാണ്? ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് എഴുതും കേട്ടോ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് കൂടെ എഴുതണം കേട്ടോ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. പിന്നെ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സോഫ്റ്റ് ആണ് ഇൻസൈഡ് ദ സെല്ല്. കമ്പിച്ചുറ്റിനുള്ള ഛേദതല പരപ്പളവുണ്ട്, അതും കൂട്ടുക. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. നമ്പർ ഓഫ് ടേൺസ്, ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് ദ കറണ്ട് എന്ന് കൂട്ടാം. കറണ്ട് എന്നും പറയാം കേട്ടോ. കറണ്ട്. ഇനി അതൊക്കെ എങ്ങനെയാണ്? ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് അല്ലേ. ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ, ഇൻക്രീസ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻക്രീസ് ദ കറണ്ട് എന്നും പറയാം. കറണ്ട് കേട്ടോ. കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്? കറണ്ടാണ്. അപ്പോൾ 3 ഫാക്ടറാണ് ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് അല്ലേ, പിന്നെന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നെന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സോഫ്റ്റ് അയൺ അല്ലേ, അതുപോലെ തന്നെ കറണ്ട്. അതെങ്ങനെയാണ് കൂട്ടുക? ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇൻക്രീസ് ദ കറണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ 3 മെത്തേഡിൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. ഇനി അടുത്ത പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാം കേട്ടോ. ലെറ്റ്സ് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ഡിവൈസ് ദാറ്റ് യൂസ് ഇലക്ട്രോമാഗ്നറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ അത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ബെല്ലുണ്ട് കേട്ടോ, ലൗഡ് സ്പീക്കർ, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് മോട്ടോഴ്സ് ഒക്കെ ഇല്ലേ, മോട്ടോഴ്സ് അതൊക്കെ ഇതിലാണ് കേട്ടോ. ഇലക്ട്രിക് മോട്ടോഴ്സ് പറയാം. പിന്നെ മെഷീൻസുകളുണ്ട്, പലതരത്തിലുള്ള മെഷീൻസുകളുണ്ട്. ക്രെയിൻസ് ഇല്ലേ, ക്രെയിൻ അങ്ങനെയൊക്കെ പറയാം. ക്രെയിൻ ഉണ്ട് പറയാം. പിന്നെ MRI മെഷീനൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താമല്ലോ. ഇലക്ട്രോമാഗ്നറ്റ്സും പെർമനന്റ് മാഗ്നറ്റ്സും ആയിട്ടുള്ളൊരു കമ്പാരിസൺ നടത്താമല്ലേ?
എങ്ങനെ പറയാം? കമ്പാരിസൺ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും. പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇല്ലേ, പോൾസ് കനോട്ട് ബി ചേഞ്ച്ഡ്. പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? പോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ, പോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു എന്താണ് പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? പോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലേ. ഇനി പെർമനന്റ് മാഗ്നറ്റ് എങ്ങനെയാണ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് കനോട്ട് ബി ഇൻക്രീസ്. ഇവിടെ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലേ. മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എഴുതണം കേട്ടോ, മാഗ്നറ്റിക് സ്ട്രെങ്ത് കേട്ടോ, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? മാഗ്നറ്റിസം എങ്ങനെയാണ്? പെർമനന്റ് ആണ് അല്ലേ, മാഗ്നറ്റിസം പെർമനന്റ് ആണ്. ഇവിടെ എങ്ങനെയാണ്? മാഗ്നറ്റിസം ടെമ്പററി ആണ്, താൽക്കാലികമാണ്. കാരണം ഇലക്ട്രിസിറ്റി മാറ്റിക്കഴിയുമ്പോൾ എന്താണ്? അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോയില്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സോഫ്റ്റ് ആൻഡ് കോർ ആണ് കേട്ടോ, സോഫ്റ്റ് ആൻഡ് കോർ ആണ് ഇലക്ട്രോ മാഗ്നറ്റ്. പക്ഷെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ സ്റ്റീലും അൽനിക്കോയും അങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. That is the difference between electromagnets and the permanent magnets. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ്സും പെർമനന്റ് മാഗ്നറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ്സിന് പോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഇവിടെയാണ് പോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. മാഗ്നറ്റിക് സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയോ അല്ലെങ്കിൽ എന്താണ് കറണ്ട് കൂട്ടിയോ ഒക്കെ നമുക്ക് മാഗ്നറ്റിസം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എങ്ങനെയാണ്? കനോട്ട് ബി ഇൻക്രീസ്ഡ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. മാഗ്നറ്റിസം ഇലക്ട്രോ മാഗ്നറ്റിക് കേസിൽ ടെമ്പററി ആണ്, കാരണം കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിസം ഇല്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? അതിന് മാഗ്നറ്റിസം ലോങ് ടൈം റീറ്റെയിൻ ചെയ്യും അല്ലേ, അതിന് മാഗ്നറ്റിസം നഷ്ടമാകുന്നില്ല. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ആണ് കേട്ടോ, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് സോഫ്റ്റ് ആണ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് നിർമ്മിക്കുന്നത്. പെർമനന്റ് മാഗ്നറ്റ് നമുക്കറിയാം ഇല്ലേ, സ്റ്റീല്, അൽനിക്കോ ഇതൊക്കെയാണ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അപ്പോൾ മനസ്സിലായല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ഇതും കേട്ടോ, ഇത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചോണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും, എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷനാണ്, അതായത് ഹയർ സെക്ഷനാണ് നമുക്ക് 10th പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെ നിർമ്മിക്കാം ചോദിക്കാം, പിന്നെ എന്താണ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്, ക്രോസ് സെക്ഷണൽ ഏരിയ, അതുപോലെ തന്നെ കറണ്ട് എന്നും പറയാം കേട്ടോ. ഇനി അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇൻക്രീസ് ദ കറണ്ട് എന്നും പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചോണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സും പെർമനന്റ് മാഗ്നറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതും പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു 10th ഒരു ബേസ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മിക്ക കുട്ടികളും 10th വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കാത്തതുകൊണ്ട്. പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവർ കാര്യമായിട്ടത് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് പഠിക്കണം. കാരണം ഇത് അറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. 10th 2 ചാപ്റ്റർ ഉണ്ട് മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനുള്ള ലെറ്റസസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ലെറ്റസസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.